ഹലോ ഗായ്സ്, ഞങ്ങളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് ട്രിപ്പ് ടു വെയിൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെയിൽസിലെ തന്നെ ഏറ്റവും മനോഹരവും ചരിത്രപ്രധാനവുമായ ഒരു കോട്ട കാണാനാണ്. ഏകദേശം 12ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മിക്കപ്പെട്ട കിഡ്വെല്ലി കാസിൽ. കൃത്യമായി പറയുകയാണെങ്കിൽ 1106 നോർമനുകളാണ് ഈ കോട്ട നിർമ്മിക്കുന്നത്. ആദ്യം ഇത് വെറും ഒരു മരക്കോട്ടയായിരുന്നു. പിന്നീട് 13ാം നൂറ്റാണ്ടിലാണ് നമ്മൾ കാണുന്ന ശക്തമായ കരിങ്കൽ കോട്ടയായി ഇത് മാറുന്നത്. ഈ കോട്ട പിടിച്ചടക്കാനായി ബ്രിട്ടീഷുകാരും വെയിൽസിലെ രാജകുമാരനും തമ്മിൽ നടന്ന യുദ്ധങ്ങളൊക്കെ ഇവിടെ ചരിത്രപ്രധാനമുള്ളതാണ്. ഇപ്പം നമ്മൾ കയറുന്നത് ഈ കോട്ടയുടെ എൻട്രൻസിലേക്കാണ്. നിങ്ങൾ കണ്ടില്ലേ, കരിങ്കല്ല് വെച്ച് മനോഹരമായിട്ട് അടുക്കി അലങ്കരിച്ചാണ് ഇവർ ഈ കോട്ട വെച്ചിരിക്കുന്നത്. ഈ കരിങ്കൽ പാതയിലൂടെ നടന്ന് കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ പണ്ട് ഏതോ ഒരു രാജകാലത്ത് എത്തിയ പോലെ തോന്നും. മാത്രമല്ല, വെയിൽസിൽ ഇന്ന് കാണുന്നതിൽ വെച്ച് ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കോട്ടകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ കോട്ടയുടെ ഉൾക്കാഴ്ചകളും അതിൻ്റെ പ്രധാന ഭാഗങ്ങളും ബാക്കി വിശേഷങ്ങളും നമുക്ക് വീഡിയോയിലൂടെ വിശദമായി കാണാം. വീഡിയോ മുഴുവനായും കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കോട്ടയുടെ മുന്നിലേക്ക് കയറുമ്പോൾ നമുക്കിവിടെ കുറേ സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും. ഓരോ ദിശയിലും നോക്കി നിൽക്കുന്ന ഈ ബോർഡുകളിൽ ഇവിടെ നിന്നും ഇംഗ്ലണ്ടിലേക്കും വെയിൽസിൻ്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള കൃത്യമായ ദിശയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിക്ക് 9.5 പൗണ്ടാണ് വരുന്നത്. ഇതുകൂടാതെ ഫാമിലിയായി വരുന്നവർക്ക് പ്രത്യേക ഫാമിലി ടിക്കറ്റുകളും ഗ്രൂപ്പായി വരുന്നവർക്ക് ഡിസ്കൗണ്ട് നിരക്കിലുള്ള ഗ്രൂപ്പ് ടിക്കറ്റുകളും ഇവിടെ ലഭ്യമാണ്. ഇങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ കോട്ടയുടെ മുന്നിലേക്ക് നടക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ കാണാം ശരിക്കും ഭീമാകാരനായ ഒരു കോട്ട. ഒരു രക്ഷയുമില്ലാത്ത വലിപ്പമാണ് ഇതിന്. ഈ കോട്ടയുടെ സുരക്ഷയ്ക്കായി ഇതിന് മുന്നിലെ വലിയൊരു കിടങ്ങ് പണിതിരിക്കുന്നതും നിങ്ങൾക്ക് കാണാം. പണ്ട് ശത്രുക്കൾക്ക് അത്ര പെട്ടെന്ന് ഉള്ളിലേക്ക് കയറാതിരിക്കാനാണ് ഈ കിടങ്ങുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലും. അതുപോലെ കോട്ടയുടെ വശത്തു കൂടെ അതിമനോഹരമായൊരു നദി ഒഴുകുന്നുണ്ട്. ഇതാണ് ഗ്വെൻഡ്രെയ്ത്ത് നദി. നദിക്കരയിലെ ഭംഗിയും ആസ്വദിച്ച് നമ്മൾ ഇനി നേരെ കോട്ടയുടെ പ്രധാന പ്രവേശന കവാടത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നേരെ കോട്ടയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇരുവശങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഒത്തിരി മുറികൾ കാണാൻ സാധിക്കും. എല്ലാം കരിങ്കൽ വെച്ചാണ് പണിതിരിക്കുന്നത്. ഈ മുറികൾക്കകത്ത് ചെറിയ കിളിവാതിലുകളുമുണ്ട്. പുറത്തേക്ക് നോക്കിയാൽ കോട്ടയുടെ പരിസരം കൃത്യമായി കാണാം. ചിലപ്പോൾ പണ്ട് ശത്രു നീക്കങ്ങളൊക്കെ നിരീക്ഷിക്കാൻ പണ്ടത്തെ പടയാളികൾ ഉപയോഗിച്ചിരുന്ന മുറികളാവാം ഇവ. അവിടെ നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് ചുറ്റിക്കണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് കോട്ടയുടെ ഫ്രണ്ട് വശമാണ്. അവിടെ ഒരു പടയാളിയുടെ വേഷം ധരിച്ച ഒരാൾ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ചരിത്രകാരനാണ് അദ്ദേഹം വിശദമായി കോട്ടയുടെ വിവരങ്ങളും യുദ്ധകഥകളും നമുക്ക് പറഞ്ഞു തന്നിരുന്നു. ഒരു പടയാളിയുടെ വേഷമിട്ടായിരുന്നു പുള്ളി അവിടെ നിന്നിരുന്നത്. നമ്മുടെ നാട്ടിലെ കടമറ്റത്ത് കത്തനാരെ പോലെയുള്ളൊരു ലുക്കാട്ടോ എനിക്ക് തോന്നിയത്. ബ്രൗൺ കളറിലെ വലിയ പടച്ചട്ടയും തലയിൽ പ്രത്യേകതരം തൊപ്പിയൊക്കെ ആയിട്ട് കയ്യിൽ പണ്ടത്തെ യുദ്ധത്തിൻ്റെ വാളുകളും പടച്ചട്ടകളും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ഗാംഭീര്യമായിട്ടായിരുന്നു പുള്ളി നിന്നിരുന്നത്. പക്ഷേ ഞാൻ ഒരു പുതിയ വ്ളോഗർ ആയതുകൊണ്ട് തന്നെ എനിക്കതങ്ങ് ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. ചമ്മലായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം ആ പോർഷൻ എനിക്ക് കുറച്ച് മിസ്സായിപ്പോയി. പെട്ടെന്ന് ഒരാളുടെ അടുത്തേക്ക് എനിക്ക് ക്യാമറ തിരിക്കാനും അത് പകർത്താനൊക്കെ എനിക്ക് വളരെ ചമ്മലായിപ്പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പോർഷൻ എനിക്ക് ശരിക്കും മിസ്സായിപ്പോയേ. ശരിക്കും കോട്ടയ്ക്കുള്ളിലെ കോട്ട എന്നൊരു ആശയത്തിലാണ് ഇത് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു കോൺസെൻട്രിക് ഡിസൈൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതെല്ലാം കരിങ്കല്ലിലാണ് ഇവർ തീർത്തിരിക്കുന്നത്. വെറുതെ കരിങ്കല്ല് അങ്ങ് അടുക്കി വെക്കുകയല്ല, വളരെ ബുദ്ധിപൂർവ്വം കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൂടെയാണ് ഇവർ കരിങ്കല്ല് അടക്കി വെച്ചിരിക്കുന്നത്. ഇതെന്ത് വെച്ചാൽ തേച്ച് പിടിപ്പിച്ചേക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. സിമെൻ്റ് ആണോ എന്താണെന്നൊന്നും അറിയത്തില്ല. എന്നാലും വളരെ ഭംഗിയിൽ അലങ്കരിച്ചാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഈ കോട്ടയുടെ ഉള്ളതിനെ അവർ മാക്സിമം വൃത്തിയായിട്ട് സംരക്ഷിച്ച് പോരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പാലസും പാലസ്, അതായത് കൊട്ടാരവും കോട്ടയും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാലസ് എന്ന് പറയുന്നത് രാജകുടുംബങ്ങൾക്ക് ആഡംബരത്തോടെ താമസിക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ്. അതിൽ സാധാരണയായി പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കുറവായിരിക്കും. എന്നാൽ കോട്ടകൾ എന്ന് പറയുന്നത് ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ചെറുക്കാനുള്ള
പ്രതിരോധ സംവിധാനങ്ങളോടെയാണ് നിർമ്മിക്കുന്നത്. കിഡ്വല്ലി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമായിട്ടുള്ളൊരു കോട്ടയാണ്. ഇനി നമ്മളിവിടെ കരിങ്കൽ സ്റ്റെപ്പുകളുണ്ട്, നമ്മളത് കയറി കാണുന്നത് അവിടുത്തെ മൊത്തം ആ ചുറ്റുപാടുമുള്ളൊരു മൊത്തം വ്യൂ ആണ് നമുക്ക് ആ കരിങ്കൽ സ്റ്റെപ്പുകൾ കയറിയാൽ കാണാൻ പറ്റുന്നത്. വളരെ പച്ചപ്പും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. ഈ കോട്ടയുടെ ചുറ്റും ഒത്തിരി വീടുകളും ഉണ്ട് കേട്ടോ. ആൾതാമസമുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ കിഡ്വല്ലി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കോട്ടയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും. നമ്മളപ്പം മുകളിൽ നിന്ന് ആ വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഇറങ്ങി കരിങ്കൽ പടവുകൾ ഇറങ്ങി വരുന്നത് കോട്ടയ്ക്കുള്ളിലെ കോട്ടയിലേക്കാണ്. അപ്പം നിങ്ങൾ ഈ കാണുന്ന കരിങ്കൽ മതിൽക്കെട്ടുകൾ മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, എന്തോ ഒരു കരിങ്കല്ല് തമ്മിൽ രണ്ടും കൂടി കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു മിശ്രിതം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ആ മിശ്രിതം ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. കാരണം 1106 നിർമ്മിച്ച കോട്ടയാണെന്ന് ഞാൻ ഓൾറെഡി പറയിക്കണ്ടേ. അപ്പോൾ ഏകദേശം 900 വർഷങ്ങൾക്കിപ്പുറവും ഈ കോട്ട ഇത്രയും ഗാംഭീര്യത്തോടെ നിലനിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു കൂട്ട് തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഇത് സിമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനും ഒരുപാട് മുന്നേ പണ്ട് കാലത്ത് മണലും കുമ്മായവും വെള്ളവും ചേർത്ത് തയ്യാറാക്കിയ വളരെ ശക്തമായൊരു ലൈം മോട്ടറാണ്. അതായത് അങ്ങനെയാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, ലൈം മോട്ടറിന്. അതായത് ഈ രണ്ട് കല്ലുകളും യോജിപ്പിച്ചിരിക്കാൻ ഒത്തിരി ഭയങ്കര ശക്തി കൂടിയ ഒരു മിശ്രിതമാണ്. ഇത് വെയിലും മഴയും കൂടുതലേക്കും തോറും ഉറപ്പുള്ളതായി മാറുന്ന ഒരു രഹസ്യക്കൂട്ടാണ്. അതാണ് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറവും ഇത് ഇത്രയും കരുത്തോടെ നിലയ്ക്കുന്നത്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ കാര്യം തന്നെ നോക്കാം. അത് 1976 ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണല്ലോ. ഇപ്പോഴും എത്ര വർഷമായി, ഒരു 30, 40, 50 വർഷത്തോളം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പണ്ടത്തെ മനുഷ്യരുടെ ഇത്തരം തന്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ ശരിക്കും പറഞ്ഞാൽ തലമുറകളായി അവർ കെട്ടിപ്പടുക്കുന്ന അവരുടെ അറിവുകളും തീർച്ചയായും വലിയൊരു കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. അങ്ങനെ നമ്മൾ കവാടം കടന്ന് ഇപ്പോൾ കോട്ടയ്ക്കുള്ളിലെ കോട്ട എന്നറിയപ്പെടുന്ന കോൺസെൻട്രിക് ഡിസൈനിൻ്റെ ഭാഗത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഇവരുടെ പ്രധാന ഭാഗത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഇവിടെ എല്ലാം കരിങ്കല്ല് കൊണ്ടാട്ടോ തീർത്തിരിക്കുന്നത്. ഇതിൽ തന്നെ പല ഭാഗങ്ങളായിട്ട് ഈ ഒരു പോർഷൻ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഹോള്, കിച്ചൺ, നമ്മൾ ലിവിങ് റൂം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. ഇതിപ്പം ഈ കോട്ടയുടെ ഒരു ചെറിയൊരു രേഖാചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കോട്ട ശരിക്കും പണ്ട് കാലത്ത് ഇങ്ങനെയാണ് നിന്നിരുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് വിവരണങ്ങളും ഒക്കെയാണ് അവർ ആ ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കോട്ടയെ നോക്കുവാണെങ്കിൽ ഈ കോട്ടയ്ക്ക് ഒരു 4 ടവർ ഭാഗങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ നദിയാണ് ആ കാണിക്കുന്നത് കേട്ടോ. ആ നദിക്കരയിലാണ് ഈ കോട്ട നിലനിൽക്കുന്നത്. ശരിക്കും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന നദിയിലേക്കുള്ള വ്യൂവും കൂടിയാണ്. മൊത്തം കരിങ്കല്ല് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇതിൽ 4 ടവറുകളുണ്ട് ഈ കോട്ടയെ നിലനിർത്താനായിട്ട്. ഈ 4 ടവറുകളും 4 ദിശ, അതായത് വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, കിഴക്ക് എന്നീ ദിശകളിലാണ് നിൽക്കുന്നത്. ഇതിലൊന്ന് ഇവർ പറയുന്നത് ഇവരുണ്ടാക്കിയിരിക്കുന്ന കിഡ്നി ഷേപ്പിലാണെന്നാണ്. അതായത് വൃക്കയുടെ അതായത് രൂപത്തിൽ, ആകൃതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. പക്ഷെ ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ ഏത് ടവറാണ് ആ വൃക്കയുടെ ആകൃതിയിലുള്ളതെന്ന്. കാരണം പകുതിയെല്ലാം മുറിഞ്ഞു തകർന്നു പോയിരിക്കുന്ന രീതിയിലാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ കടക്കുന്നത് നമ്മൾ ടാക്സ്, അതല്ലെങ്കിൽ അവർ പണ്ട് കാലത്ത് കരം പിരിച്ചിട്ട് ശേഖരിച്ചിരുന്ന ഒരു റൂമിലാണ്. ഒരു മണി പിറ്റാണ്. നമ്മളിപ്പം ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത് പണ്ട് ടാക്സ്, അതായത് പണവും അമൂല്യമായ രത്നങ്ങൾ, സ്വർണങ്ങൾ എല്ലാം സൂക്ഷിച്ചിരുന്നത് ഈ മണി പിറ്റിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ വർഷം മുന്നേ, 900 വർഷം മുന്നേ ഈ ഭാഗങ്ങളൊക്കെയും സ്വർണവും പണങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു പോർഷനാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. താഴത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന മൊത്തം കുഴിയാണ്. മണി പിറ്റ് എന്ന് തന്നെ പറയാം, ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത്. ആ കുഴികളിൽ മൊത്തം ഈ ഒരു 900 വർഷങ്ങൾക്ക് മുന്നേ നിറച്ച അമൂല്യമായ രത്നങ്ങളും പണങ്ങളും സ്വർണങ്ങളും ഒക്കെ ശേഖരിച്ചിരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറി കണ്ടു. പിന്നെ ഒത്തിരി ഇങ്ങനെ മുകളിലേക്ക് കയറാൻ വേണ്ടി കൽപ്പടവുകളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ഇരുട്ടാണ് സത്യം പറഞ്ഞാൽ.
വിൻ്ററിലൊക്കെ ഈ ഭാഗങ്ങൾ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എത്രയോ ഇരുട്ടായിരിക്കണം. അപ്പോൾ നമ്മൾ കൽപ്പടവുകൾ കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വ്യൂ പോയിൻറ്റുകളുണ്ട് കാണാനായിട്ട്. നമുക്ക് ഉള്ളിലേക്ക് നോക്കാനുള്ളൊരു പോർഷനുണ്ട്, പുറത്തേക്ക് കിളിവാതിലുകൾ തുറക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇവർ ഈ സൈനുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റെഡ് കളറിലൊരു സൈൻ കണ്ടില്ലേ, ആ സൈൻ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം, വീഴാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവർ വെച്ചേക്കുന്ന, ആധുനിക രീതിയിൽ അവർ വെച്ചേക്കുന്ന സൈനുകളാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് നിൽക്കേണ്ടത്. കൽപ്പടവുകളും കരിങ്കല്ലുകളൊക്കെ എന്ന് വെച്ചാൽ പകുതി കൂടുതലും അത് പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള ശേഷിപ്പുകൾ അവർ ചരിത്രപരമായി തന്നെ സൂക്ഷിച്ച് നിലനിർത്തുന്നുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ഈ കരിങ്കല്ലിൻ്റെ എനിക്ക് ഭയങ്കര അത്ഭുതവും ഭയങ്കര ഒരു എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ ഈ 900 വർഷം പഴക്കമുള്ള ഈ കോട്ട ഇങ്ങനെ തലയെടുപ്പോളം ഇക്കാലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്തെ ആർക്കിടെക്ചറൽ മാർവൽ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം, നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ കോട്ടയുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഇനിയും ഒത്തിരി ഇങ്ങനെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടയുടെ പണി തന്നെ ചരിത്ര പ്രധാനമുള്ളതാണ്. കാരണം ശത്രുക്കൾ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഇറങ്ങി പോവാനായിട്ട് കൃത്യമായി ഉള്ള അതിൻ്റെ ഒരു ഉള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ അറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇവർ പണിത് വെച്ചിരിക്കുന്നത്. ഓരോ മുക്കിലും മൂലയിലും കണക്റ്റഡായി കുറേ വഴികളും അതിനുള്ളിലേക്ക് ചെറിയ മുറികളും അങ്ങനെ ഒത്തിരി നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകുന്ന രീതിയിലാണ് ഇവർ ഈ കോട്ടയുടെ പണി തന്നെ നടത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടിട്ടും തീരുന്നുണ്ടായില്ല ഈ കോട്ടയിലെ ഓരോ വിശേഷങ്ങളും. ഒരു ചെറിയ രീതിയിലെല്ലാം അവിടുത്തെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷനുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് വായിച്ചു നോക്കാം. ഇംഗ്ലീഷിലും വെൽഷിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വെൽഷ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുക വെയിൽസ് ഇംഗ്ലണ്ടിൽ തന്നെയല്ലേ, ഇംഗ്ലീഷ് തന്നെയല്ലേ അവിടെ സംസാരിക്കുന്നത്. കൂടുതൽ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാവാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ വെയിൽസിൻ്റേതായൊരു ഭാഷയുണ്ട്. അത് വെൽഷ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല. പക്ഷെ അത് ഇംഗ്ലീഷ് ലിപി പോലെ തന്നെയാണ് എഴുതുന്നത്, വായിക്കുമ്പോൾ പക്ഷെ നമുക്ക് വേറെ ലാംഗ്വേജ് പോലെ തോന്നും. അപ്പം അങ്ങനെ അതിലും ഡിസ്ക്രിപ്ഷൻ അവർ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. മൊത്തം ഇപ്പം ഈ കാണുന്ന ഇരുമ്പ് പിടിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ എന്ന് വെച്ചാൽ അത് ആധുനികമായി അവർ പണിത് വെച്ചിരിക്കുന്നതാണ്. അതായത് ആളുകൾ വീഴാണ്ടിരിക്കാനായിട്ട്. നമ്മൾ ചെന്നപ്പം നമ്മളൊരു വർക്കിംഗ് ഡേ ആണ് ചെന്നതപ്പം അധികം ആളുകളൊന്നും സഞ്ചാരികളും ഉണ്ടായിരുന്നില്ല ആ കോട്ടയിൽ. എന്നാലും അത്യാവശ്യം പേരൊക്കെ ഉണ്ട് കേട്ടോ. മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ആ കോട്ട. പിന്നെയും മുകളിലേക്ക് നമുക്ക് ഒത്തിരി കയറി പോകാം. ആ 4 ടവറിൻ്റെയും മുകളിൽ കയറാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ നിന്നും കൂടിയുള്ള കുറച്ചും കൂടി നല്ലൊരു വിഷ്വൽസൊക്കെ നമുക്ക് കുറച്ചും കൂടി വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റും. എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോട്ടയാണ് ഈ കാണിക്കുന്ന കിഡ് വാലി കാസിൽ എന്ന് പറയുന്നത്. കിഡ് വാലി കാസിൽ എന്നാണ് അറിയുന്നതെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടയാണ്. പിന്നെ പണ്ടത്തെ രാജാവിൻ്റെ ഉപയോഗിച്ചിരുന്ന കസേര, അങ്ങനെ ഒത്തിരി പോർഷൻസ് ഉണ്ട്. കിച്ചണുണ്ട്, അവരുടെ കിടപ്പറകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവർ പണ്ട് രാജാക്കന്മാർ മറ്റേ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്ന ഓരോ മുറികളുണ്ട്. അതിനൊക്കെ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാം ഭയങ്കരമായിട്ട് ഇവർ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പണിതൊരു കോട്ടയായിട്ട് എനിക്ക് തോന്നി. പിന്നെ സ്റ്റീപ്പായിട്ട്, അതായത് കുത്തനെയുള്ള സ്റ്റെപ്പുകളുണ്ട് മുകളിലെ ആ ടവറിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര കുത്തനെ നിങ്ങൾക്ക് കാണാമല്ലോ, ഇരുണ്ട ഇടനാഴികളാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് പറഞ്ഞു വരുമ്പോൾ എനിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല എന്താ പറയണ്ടേന്ന്. അത്രയും സ്റ്റീപ്പായിട്ട് ഒരൊറ്റ ആൾക്ക് മാത്രം കയറിപ്പോകാൻ പാകത്തിലുള്ള രീതിയിലുള്ള സ്റ്റെപ്പുകളാണ് ഇത്. നമ്മൾ ആ ഒരു ടവറിൽ 4 ടവറിൽ ഒരു ടവറിൻ്റെ മുകളിൽ വന്നിട്ട് നമ്മൾ കാണുന്ന ആ വ്യൂ തന്നെയാണ്. അത് നമ്മൾ നേരത്തെ കാണിച്ച ആ വ്യൂ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഹൈറ്റിൽ നിന്ന് നമുക്ക് ആ വ്യൂ കിട്ടും. അപ്പം പണ്ട് കാലങ്ങളിലൊക്കെ ഇവിടെ രാജാവിൻ്റെ പടയാളികളും ഒക്കെ ഇരുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തു പോവുകയാണ് ഈ ഒരു സമയത്ത്. എത്രയും ലോങ് ആയിട്ടുള്ള നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലമാണ് ഈ ടവറിൻ്റെ മോള് എന്ന് പറയുന്നത്. അതായത് 4 ടവറുണ്ട്. അതിൽ ഈ 4 ടവറിലും വാച്ച് ടവർ പോലെ ആയിരിക്കണം. അങ്ങനെ ആ ഒരു കാലത്ത് അവർ പണിതത് വാച്ച് ടവർ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, എല്ലായിടത്തും ചെറിയ ഡിസ്ക്രിപ്ഷനും എല്ലാം ഉണ്ട് ആ ടവറിനെ കുറിച്ചും, എന്താണ് അവിടെ ചെയ്തിരുന്നത് അവർ എന്നൊക്കെ കുറിച്ചും. എല്ലായിടത്തും ഈ ഇരുമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇരുമ്പിൻ്റെ
കയ്യാലകളും അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, വീഴാതിരിക്കാൻ. ഇതാണ് ഈ ക്യാസലിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. ഒരു ടവറിൽ നിന്ന് കാണുന്നത് കണ്ടോ, ഒരു പുറത്തേ ഒരു കോട്ടയുണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു കോട്ടയുണ്ട്. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ആ ഒരു കുഞ്ഞു മുറിയിൽ പണ്ടത്തെ ആ കോട്ടയുടെ ഡിസൈനും അവരവിടെ യൂസ് ചെയ്തിരുന്ന പടയാളികൾ യൂസ് ചെയ്തിരുന്ന പടച്ചട്ടകൾ, വാളുകൾ, ഇതാണ് ആ കോട്ടയുടെ ഡിസൈൻ. കറക്റ്റായിട്ടുള്ള പണ്ടത്തെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. 4 ടവർ നിങ്ങൾക്ക് കൃത്യമായി കാണാം. അതിനെക്കുറിച്ചിട്ടുള്ള ഓരോരോ ഡിസ്ക്രിപ്ഷനൊക്കെ വായിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. കാരണം എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് അങ്ങ് കൂടിപ്പോവും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പം നിങ്ങൾക്ക് കാണാം. പിന്നെ എല്ലായിടത്തും കുറേ ഡിസ്ക്രിപ്ഷനുണ്ട്. ഈ കാസിൽ എന്തിനാണ്, കാസിലിൻ്റെ ഹിസ്റ്ററി എന്താണ്, കാസിലിൽ ആരൊക്കെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അങ്ങനെ കുറേ ഹിസ്റ്ററികൾ അവരവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് നമ്മൾ വന്ന് വേണമെങ്കിൽ നമുക്ക് പെയിൻ്റ് അടിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്ക് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ, അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബോറും അടിക്കേണ്ട, കുഞ്ഞു കുട്ടികളായിട്ട് വരുന്നവർക്ക് ഇവിടെ നിന്ന് പെയിൻ്റ് അടിക്കുകയും ചെയ്യാം. ക്ലാസ്സിൽ കാണാൻ താല്പര്യമില്ലാത്തവരും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പ്രിൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അവരുടെ രാജകാലഘട്ടങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. 1500, 1600, 2000 കാലഘട്ടത്തിൽ എവിടെ 1160 മുതലുള്ള ഒരു ടൈം ലൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ പടയാളികൾ ഉപയോഗിച്ചിരുന്ന പടച്ചട്ടകൾ എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കാനൊന്നും പറ്റില്ല, തൊടരുതെന്ന് അവർ എഴുതി വെച്ചിട്ട് ഇരുമ്പിൻ്റെ പടച്ചട്ടകളാണ്. ഇത് 1100 ആ കോട്ട പണി തുടങ്ങിയ കാലഘട്ടം മുതലുള്ള ടൈം ലൈനാണ് ആ പ്രദർശിപ്പിച്ചിരുന്നത്. ശരിക്കും 900 മുതലും കണ്ടാണ് കോട്ടയുടെ പണി തുടങ്ങിയത്. 1106 ആണെന്ന് തോന്നുന്നു, എനിക്ക് അവസാനിച്ചിരിക്കുക കറക്റ്റായിട്ട് അറിയില്ല. ഇതിൽ ആ പടയാളികളുടെ പടച്ചട്ടകൾ, ഇരുമ്പ് പടച്ചട്ട കേട്ടോ അത്, പടച്ചട്ടകളും അവർ ഉപയോഗിച്ചിരുന്ന ഉടുപ്പുകൾ, വാളുകൾ എല്ലാം തന്നെ അവർ ഡീറ്റെയിലായിട്ട് പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം വേണം, അത്യാവശ്യം ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അപ്പോൾ കിഡ് വാലി കാസിലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.